അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾക്കാരും ചോദിക്കുന്ന നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നേർച്ചയാക്കാറുണ്ട്. ബദരീങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഇന്ന പള്ളിയിലേക്ക് ഇന്നത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാം എന്നൊക്കെ നേർച്ചയാക്കും. ഇങ്ങനെ നേർച്ചയാക്കിയാൽ നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നേർച്ചയാക്കല്. അങ്ങനെ നേർച്ചയാക്കിയാൽ പിന്നെ ആ കാര്യം നടന്നിട്ടില്ലെങ്കിൽ ആ നേർച്ച നമ്മൾ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് അത് ചിന്തിക്കാനൊന്നുമില്ല. വളരെ നിസ്സാരമായ ഒരു ഉത്തരമാണ് അതിന് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ പിന്നെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇപ്പൊ ചോദ്യം ഇതാണ്: ഒരു മുറാദ് ഹാസിലായാൽ ഒരു സംഖ്യ സ്വതക്ക ചെയ്യാൻ നേർച്ചയാക്കി. പ്രസ്തുത കാര്യം നടന്നിട്ടില്ലെങ്കിൽ ആ സംഖ്യ അല്ലെങ്കിൽ ആ ഒരു സ്വതക്ക കൊടുക്കാൻ വിചാരിച്ച കാര്യം അത് ചെയ്യൽ നിർബന്ധമുണ്ടോ എന്ന്. അപ്പൊ ഉത്തരം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ എന്ന ഉപാധിയോടെയാണ് നേർച്ചയാക്കിയിട്ടുണ്ട് എങ്കിൽ പ്രസ്തുത കാര്യം ഉണ്ടായാലേ നേർച്ചയാക്കിയ കർമ്മം നിർബന്ധമാവുകയുള്ളൂ. അതിനു മുമ്പ് അത് നിർബന്ധമാകുന്നില്ല. ഫത്ഹുൽ മുഈനിലൊക്കെ നോക്കിയാൽ ഈ വിഷയം കാണാം. അപ്പോൾ ഇന്ന കാര്യം നടന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാം. ഉദാഹരണത്തിന് എനിക്ക് നല്ലൊരു ജോലി കിട്ടുകയാണ് എങ്കിൽ എനിക്ക് കിട്ടുന്ന ആദ്യ ശമ്പളത്തിൽ നിന്ന് ഞാൻ 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് നേർച്ചയാക്കിയാൽ ആ ജോലി ശരിയായി കിട്ടിയാൽ മാത്രമേ അത് അവിടെ നിർബന്ധമായി തീരുന്നുള്ളൂ. ആ ജോലി ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞതിന് മൊത്തത്തിലുള്ള അർത്ഥം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ സംശയം നിങ്ങൾക്ക് ഉണ്ടായത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എനിക്കും ഉണ്ടായിരുന്നു, ഇല്ല എന്നുള്ളത് കമന്റ് ചെയ്യുക. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് കൂടുതൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ആളുകളിലേക്ക് എത്താൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയ ഇൽമു ധാരാളം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.